കോൺഫിഗറേഷൻ മാനേജ്മെന്റ് ഇൻ അഡ്മിൻ ഇന്റർഫേസ് എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ ചില മെനു ഐറ്റങ്ങൾ പഠിക്കുന്നു. എക്സ്റ്റെൻഡഡ്, കോൺഫിഗറേഷൻ, പീപ്പിൾ, റിപ്പോർട്ട് എന്നിവ. ഈ ട്യൂട്ടോറിയൽ രേഖപ്പെടുത്തുവാൻ ഞാൻ ഉപയോഗിക്കുന്നത് ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റം, Drupal 8, ഫയർഫോക്സ് വെബ് ബ്രൗസർ തുടങ്ങിയവയാണ്. താങ്കളുടെ ഇച്ഛാനുസരണം ഏത് വെബ് ബ്രൗസറും ഉപയോഗിക്കാം. നേരത്തെ സൃഷ്ടിച്ച നമ്മുടെ വെബ്സൈറ്റ് തുറക്കാം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ Drupal ഒരു ഫ്രെയിംവർക്ക് പോലെയാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ കൂടുതലായി ഒന്നും ചെയ്യേണ്ടതില്ല. അഡ്മിനിസ്ട്രേഷൻ ടൂൾബാറിലെ എക്സ്റ്റെൻഡ് എന്ന ലിങ്ക് നമ്മുടെ സൈറ്റ് നിർമ്മിക്കുവാൻ അത്യാവശ്യമാണ്. എക്സ്റ്റെൻഡ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എല്ലാ മൊഡ്യൂൾസിന്റെയും ഒരു അവലോകനം നൽകുന്നു. മൊഡ്യൂൾസ് ഫീച്ചേഴ്സ് ആണ്. ഇത് പിന്നീട് വിശദമായി പഠിക്കാം. ഇതാണ് Drupalൽ വരുന്ന മൊഡ്യൂൾസിന്റെ ചില പട്ടിക. ചെക്ക് മാർക്ക് നോക്കി പ്രാപ്തമാക്കിയത്, അല്ലാത്തത് എന്നിവ കാണാനാകും. എക്സ്റ്റെൻഡ് മെനു നമ്മുടെ Drupal സൈറ്റിൽ പ്രാപ്തമാക്കിയ മൊഡ്യൂൾസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് കാണുവാൻ അനുവദിക്കുന്നു. നമ്മൾ ഈ പരമ്പരയിൽ മുഴുവനായി പോകുമ്പോൾ നമ്മുടെ സൈറ്റിൽ കുറെ മൊഡ്യൂൾസ് ചേർക്കുന്നതാണ്. ഇപ്പോൾ കോൺഫിഗറേഷൻ മെനു നോക്കാം. ഇത് സൈറ്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സിനു മാത്രമേ ആക്സസ് ചെയ്യാൻ സാധിക്കൂ. നമ്മൾ സൂപ്പർ യൂസർ ആയതിനാൽ എല്ലാതും ആക്സസ് ചെയ്യാവുന്നതാണ്. സ്ക്രീനിൽ ചുവന്ന പോപ്പപ്പ് ശ്രദ്ധിക്കുക. നിങ്ങളുടെ സ്ക്രീനിൽ ചിലപ്പോൾ ഉണ്ടായെന്നു വരാം. സ്റ്റാറ്റസ് റിപ്പോർട്ട് റൺ ആയിട്ടില്ല എന്ന് കാണിക്കുന്നു. Drupal സൈറ്റ് അപ് ടു ഡേറ്റ് ആണോ എന്ന് പരിശോധിക്കുവാൻ പറയുന്നു. ഇപ്പോൾ ഇത് ഞാൻ ഇഗ്നോർ ചെയ്യുന്നു. പിന്നീട് റിപ്പോർട്ട് സ്ക്രീനിൽ വരുമ്പോൾ നോക്കാം. ഈ പ്രത്യേക മെനു നമ്മളെ സൈറ്റിലെ എല്ലാ ഭാഗങ്ങൾക്കും കോൺഫിഗർ ചെയ്യുവാനുള്ള ആക്സസ് തരുന്നു. സൈറ്റ് ഇൻഫർമേഷൻ, അക്കൗണ്ട് സെറ്റിംഗ്സ്, text formats and editors, performance issues, maintenance mode, image styles എന്നിവ. നമുക്ക് ഈ പരമ്പരയിൽ ഇവ വിശദമായി പിന്നീട് പഠിക്കാം. ഇപ്പോൾ നമുക്ക് സൈറ്റ് ഇൻഫർമേഷൻ അപ്ഡേറ്റ് ചെയ്യാം. സൈറ്റ് ഇൻഫർമേഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ സൈറ്റ് നെയിം Drupalville എന്നാക്കി മാറ്റാം. സ്ലോഗൻ എന്നതിൽ A great place to learn all about Drupal എന്ന് ടൈപ്പ് ചെയ്യാം. ഇത്തരം മാറ്റങ്ങൾ മൊത്തം സൈറ്റിൽ മാറ്റം വരുത്തുന്നു. ഇത് കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ വലിയ പ്രത്യേകതയാണ്. അങ്ങനെ നമ്മുടെ സൈറ്റിൽ ഒരു പേജ് അല്ലെങ്കിൽ 1000 പേജുകൾ ഉണ്ടെങ്കിലും എല്ലാ പേജിലും സൈറ്റ് നെയിം Drupalville ആയിരിക്കും. സ്റ്റാറ്റിക് HTML നെ അപേക്ഷിച്ച് ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പുരോഗതി. നമുക്ക് ഇമെയിൽ അഡ്രസ് ലഭിക്കുന്നു. ഇത് ഓട്ടോമേറ്റഡ് ഇമെയിൽ ആണ്. ഇതാണ് ഫ്രം അഡ്രസ്. നമുക്ക് ഒരു ഫ്രണ്ട് പേജും ഡിഫോൾട്ട് പേജസ് ആയി 403 ഉം 404 ഉം തിരഞ്ഞെടുക്കാം. Drupal എല്ലാ പേജിലും വെബ് ഫോമിലാണ്. അതുകൊണ്ട് നമ്മുടെ Drupal പേജിൽ മാറ്റം വരുത്തുവാൻ എല്ലായ്പ്പോഴും സബ്മിറ്റ് അല്ലെങ്കിൽ സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യണം. ചുവടെയുള്ള സേവ് കോൺഫിഗറേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് ബാക്ക് ടു സൈറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ സൈറ്റ് നെയിം Drupalville ആണ്. നമ്മുടെ എല്ലാ പേജിലും സ്ലോഗൻ കാണപ്പെടും. പിന്നീടുള്ള ട്യൂട്ടോറിയലുകളിൽ കോൺഫിഗറേഷൻ വിശദമായി പഠിക്കാം. അഡ്മിനിസ്ട്രേഷൻ ടൂൾബാറിലെ പീപ്പിൾ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ Drupal സൈറ്റിൽ പീപ്പിൾ ഏരിയയിലേക്ക് പോകുന്നു. ലിസ്റ്റ്, പെർമിഷൻ, റോൾസ് എന്നീ ടാബുകൾ ശ്രദ്ധിക്കുക. ഇത് വെറും ഒരു ആമുഖമാണ്. പിന്നീട് വിശദമായി പഠിക്കാം. റോൾസ് എന്ന സെക്ഷൻ യൂസേഴ്സിന് അക്കൗണ്ടുകൾ സൃഷ്ടിക്കുവാനുള്ള അനുമതി നൽകുന്നു. ഇത് യൂസേഴ്സിന് എന്തെല്ലാം കാണാനാകും, സൈറ്റിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നിങ്ങനെയുള്ള പെർമിഷനുകൾ നിയന്ത്രിക്കുവാൻ അനുവദിക്കുന്നു. ഇവിടെ യൂസർ നെയിം അഡ്മിൻ എന്നാണ്. എഡിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ സ്വന്തം അക്കൗണ്ടിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും കാണാനാകും. നിലവിലെ പാസ്വേഡ് അറിയാമെങ്കിൽ നൽകിയ പാസ്വേഡ് മാറ്റാനാകും. അറിയില്ല എങ്കിൽ
റീസെറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഇത് അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾ ആണ് ചെയ്യുന്നത്. എന്റെ സ്റ്റാറ്റസ് ആക്റ്റീവ് ആണ്. നമുക്ക് പേഴ്സണൽ കോണ്ടാക്ട് ഫോം, ലൊക്കേഷൻ സെറ്റിംഗ്സ് എന്നിവ ഉണ്ട്. നാം അപ്ഡേറ്റ് ചെയ്ത പിക്ചറിനു താഴെ ബ്രൗസ് ക്ലിക്ക് ചെയ്ത് സ്വന്തം ചിത്രം ചേർക്കുക. അടിസ്ഥാനപരമായി ഇത് ചെയ്യാം. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ചുരുക്കത്തിൽ റോൾസ് എന്ന ടാബ് വിവിധ റോളുകൾ ചേർക്കുവാൻ നമ്മെ അനുവദിക്കുന്നു. പെർമിഷൻ ടാബ് ആ റോളിന് ചില അനുമതികൾ നൽകുവാൻ അനുവദിക്കുന്നു. ഒപ്പം ലിസ്റ്റ് എന്ന ടാബ് പ്രത്യേക റോൾസിനു വേണ്ട യൂസേഴ്സിനെ നൽകുവാൻ അനുവദിക്കുന്നു. അവർക്ക് Drupal സൈറ്റിൽ ചില കാര്യങ്ങൾ കാണാനും ചെയ്യുവാനും ഉള്ള അനുമതി നൽകുന്നു. പീപ്പിൾ എന്നത് Drupal വെബ്സൈറ്റിൽ എല്ലാ യൂസേഴ്സിനെയും നിയന്ത്രിക്കുന്നതാണ്. അവസാനം അഡ്മിനിസ്ട്രേഷൻ ടൂൾബാറിലെ റിപ്പോർട്ട്സ് നോക്കാം. റിപ്പോർട്ട്സ് ക്ലിക്ക് ചെയ്യുക. ഇത് നമുക്ക് Drupal സൈറ്റിനെ കുറിച്ച് അറിയേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ ഒരു ലിസ്റ്റിംഗ് നൽകുന്നു. ഉദാഹരണത്തിന് ഏതെങ്കിലും അവൈലബിൾ അപ്ഡേറ്റ്സ് ഉണ്ടോ, റീസെന്റ് ബ്ലോക്ക് മെസ്സേജസ്, എല്ലാ എന്റിറ്റി ടൈപ്സിന്റെയും ഫീൽഡ്സിന്റെയും ഒരു ലിസ്റ്റിംഗ്, സ്റ്റാറ്റസ് റിപ്പോർട്ട്സ്, ടോപ്പ്, ആക്സസ് ഡിസൈൻഡ്, പേജ് നോട്ട് ഫൗണ്ട്, എറേഴ്സ്, ടോപ്പ് സെർച്ച് ഫ്രേസസ്, വ്യൂ ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ചില പ്ലഗിൻസ് എന്നിവ. അവൈലബിൾ അപ്ഡേറ്റ്സ് ക്ലിക്ക് ചെയ്യുക. ഇത് അപ്ഡേറ്റ് ചെയ്യേണ്ടതിന്റെ എല്ലാത്തിന്റെയും ഒരു ലിസ്റ്റ് കാണിക്കുന്നു. കഴിഞ്ഞ അപ്ഡേറ്റ് 48 മിനിറ്റ് മുൻപാണെന്ന് കാണാം. ഇത് നിയന്ത്രിക്കുന്നത് ക്രോൺ ആണ്. നമ്മുടെ സെർവറിൽ ഇത് സെറ്റപ്പ് ചെയ്യണം. ഇപ്പോൾ ചെക്ക് മാനുവലി എന്നത് ക്ലിക്ക് ചെയ്യുക. Drupal ഇൻസ്റ്റാൾ ചെയ്ത എല്ലാതും അപ് ടു ഡേറ്റ് ആണോ എന്ന് അറിയിക്കുന്നു. കൂടുതൽ മൊഡ്യൂൾസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് സൈറ്റിൽ ചേർത്തിട്ടുണ്ട് എങ്കിൽ ഒരു വലിയ ലിസ്റ്റ് ഉണ്ടാകും. നാം വരും ട്യൂട്ടോറിയലുകളിൽ അത് വിശദമായി പഠിക്കും. സൈറ്റിന്റെ സ്റ്റാറ്റസ് റിപ്പോർട്ട് കിട്ടുവാൻ റിപ്പോർട്ട്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഉദാഹരണത്തിന് Drupalന്റെ ഏതു പതിപ്പാണ് നമുക്കുള്ളത്, ക്രോൺ എപ്പോഴാണ് അവസാനം റൺ ചെയ്തത് എന്നിവ കാണിക്കുവാൻ. ഇവിടെ നമുക്ക് എക്സ്റ്റേണൽ ആയി ക്രോൺ പ്രവർത്തിപ്പിക്കുവാൻ കഴിയും എന്ന് കാണിക്കുന്ന ഒരു ലിങ്ക് കാണാനാകും. നമ്മുടെ ഡാറ്റാബേസ് സിസ്റ്റം, ഡാറ്റാബേസ് വെർഷൻ മുതലായവ. സൈറ്റിലെ റിപ്പോർട്ട് സെക്ഷനെ പറ്റി പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. Drupalൽ ഡൗൺലോഡ് ചെയ്ത മൊഡ്യൂൾസ് അപ്ഡേറ്റ് ചെയ്യുവാനുള്ള ബാധ്യത നിങ്ങൾക്കാണെങ്കിൽ. അവസാനമായി ഇവിടെ ഹെൽപ്പ് ഉണ്ട്. ഇത് സൈറ്റിന്റെ ഹെൽപ്പ് പേജിലേക്കുള്ള ലിങ്ക് തരുന്നു. ഇതാണ് അഡ്മിനിസ്ട്രേഷൻ ടൂൾബാറിന്റെ ചുരുക്കം. ഇതോടെ ഈ ട്യൂട്ടോറിയൽ അവസാനിക്കുന്നു. സംഗ്രഹിക്കുവാൻ അനുവദിക്കുക. നമ്മൾ ഈ ട്യൂട്ടോറിയലിൽ പഠിച്ച മെനു ഐറ്റങ്ങൾ എക്സ്റ്റെൻഡഡ്, കോൺഫിഗറേഷൻ, പീപ്പിൾ, റിപ്പോർട്ട് എന്നിവ. ഈ വീഡിയോ അക്യുയ, OS ട്രെയിനിംഗ് എന്നിവയിൽ നിന്ന് സ്വാംശീകരിച്ച് IIT ബോംബെയിലെ സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് പുതുക്കി നിശ്ചയിച്ചു. ഈ ലിങ്കിൽ ലഭ്യമായ വീഡിയോ സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് സംഗ്രഹിക്കുന്നു. ഡൗൺലോഡ് ചെയ്ത് കാണുക. സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് ടീം വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിച്ച് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി എഴുതുക. ഈ ട്യൂട്ടോറിയലിന് ഫണ്ട് കൊടുത്തത് NMEICT, മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, NVLI, മിനിസ്ട്രി ഓഫ് കൾച്ചർ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. IIT ബോംബെയിൽ നിന്നും വിജി നായർ. പങ്കെടുത്തതിന് നന്ദി.